സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ പിറന്നാൾ ദിവസമാണ്. അതിൽ ഞാൻ നിങ്ങളോട് ചില സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. മറ്റൊന്നുമല്ല, ഞാൻ മിക്കപ്പോഴും യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അത് നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളെൻ്റെ വീഡിയോസിൽ കൂടെ, ചിത്രത്തിൽ കൂടെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓരോ ചിത്രങ്ങൾ എടുക്കുന്നതിൻ്റെ പുറകിലും ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് യാത്രകളുണ്ട്, ഒരുപാട് കാത്തിരിപ്പുകളുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതിൽ ചില കഥകളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് മറ്റൊന്നുമല്ല. എൻ്റെ ഒരു പ്രൊഫൈലിൽ കയറി ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അധിക വീഡിയോസിലായാലും ഫോട്ടോസിലായാലും എൻ്റെ ഫേസ് അധികം കാണിക്കാറില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഫേസ് ഞാൻ വീഡിയോസിൽ കാണിക്കാറുള്ളൂ. അതിൽ നിന്നുണ്ടായ ചില സന്തോഷ നിമിഷങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ അടുത്തിടയിൽ കുറേ യാത്രകൾ ചെയ്തപ്പോൾ എന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞ ചില സന്തോഷ നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പിന്നെ ഒരു ദിവസം അച്ചൻകോലിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് താമസമുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലുള്ള ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അപ്പോൾ റോഡിൻ്റെ നടുക്ക് ഒരു 4 പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ വണ്ടിക്ക് കൈ കാണിച്ചിങ്ങനെ നിർത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ചേർന്ന് തന്നെ ഒരു അമ്പലമുണ്ട്, അതിൻ്റെ ഉത്സവമാണ്, അപ്പോൾ അതിൻ്റെ ഒരു പിരിവിനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പൊതുവേ ഞാൻ ഈ കാടുമായിട്ട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ മൃഗങ്ങളും അല്ലെ അവരുടെ അനുഭവങ്ങളും ഒക്കെ. എപ്പോഴും മൃഗങ്ങളെ കാണുകയും അവർ എന്താ പറയുക, ആനകളെ സ്ഥിരം കാണുക അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെയൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പം അവർക്ക് ഓരോ അനുഭവങ്ങൾ കാണും. അപ്പോൾ അവർ പെട്ടെന്ന് പറയും ഇന്നലെ ഈ റോഡിൽ ആനയുണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു കൊമ്പൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നമ്മളോടത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ പിക്ചറിങ് വരികയാണ്. നമുക്ക് ചിലപ്പം റോട്ടിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റിയിരുന്നു തരും, പക്ഷേ അവർ പറയുന്ന ആ അനുഭവങ്ങൾ കേൾക്കാൻ നല്ല രസം. അപ്പം നിങ്ങളൊക്കെ ചോദിച്ചാൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു പിന്നെ റെസീറ്റിനകത്ത് ഒരു എമൗണ്ട് എഴുതാൻ പറഞ്ഞു. എമൗണ്ട് എഴുതാൻ എന്നോട് പേരെന്തോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കൗശിക് വിജയൻ എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഈ റെസീറ്റ് എഴുതാൻ നിന്ന ആ പയ്യൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അയ്യോ ചേട്ടനെ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ്, ഈ ഫേസ് നല്ല പരിചയമുള്ളൊരു ഫേസ്. എനിക്ക് ആളിനെ പിടികിട്ടില്ല, ഞാനിങ്ങനെ ആരാന്നിങ്ങനെ നോക്കിയിരിക്കുമോ, ചേട്ടനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ചേട്ടൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ നിൽക്കുന്ന 3 പേർക്ക് എന്നെ അറിയത്തില്ല. അപ്പോൾ അവരിങ്ങനെ വളരെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കുകയും അപ്പോൾ എന്തോ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ആ പയ്യനിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പം അതൊരു സന്തോഷ നിമിഷമായിരുന്നു. ഈ അടുത്തിടെ നടന്ന ചില ഇൻസിഡൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അച്ചൻകോലിലേക്ക് വന്നു. അച്ചൻകോലിൽ പോയി കുറച്ച് ഷൂട്ടിങ് കഴിഞ്ഞ ശേഷം ഞാൻ പോയി തിരിച്ച് വൈകിട്ട് വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് വന്നപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടി നിൽക്കുന്നത് കേട്ടോ. അപ്പം ആൾക്കാർ കൂടി നിന്ന് മൊബൈലൊക്കെ എടുത്ത് ഇങ്ങനെ ചിത്രങ്ങളൊക്കെ പകർത്തുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവിടെ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ റോഡിൽ കൂടെ വരുമ്പോഴേ ഞാനിങ്ങനെ താഴേക്ക്, അവരിങ്ങനെ താഴോട്ടാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ എത്തി നോക്കി എന്തോ സംഭവം. അപ്പം ഞാൻ കണ്ടപ്പോൾ ഒരു വലിയ കൊമ്പൻ അവിടെ നിൽപ്പുണ്ട്. അത്യാവശ്യം ഡിസ്റ്റൻസില്ല, കാരണം കൊമ്പന് ചാടി കയറിയൊന്നും വരാൻ പറ്റത്തില്ല. ഇവർ സേഫ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ വണ്ടി അവിടോട്ട് നിർത്തി. അവർ നിൽക്കുന്നിടത്തോട്ട് നിർത്തിയില്ല, കുറച്ചൊരു 10-25 മീറ്റർ ഇപ്പുറത്തെ ഗ്യാപ്പിലേക്ക് ഞാനും വണ്ടി നിർത്തി. ഞാനും ഇറങ്ങി മൊബൈലിൽ ആ രംഗങ്ങളൊക്കെ പകർത്തി. ആ രംഗങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചു, മുൻപ് ആ വീഡിയോസ് ഞാൻ കാണിച്ചിരുന്നു. അവരും വീഡിയോസ് എടുത്തു, അപ്പോൾ ഞാനും എടുത്തു. അപ്പോൾ അവർക്ക് കൗതുകമായി. അപ്പോൾ അവരെന്നെ വിളിച്ചു, ചേട്ടാ അപ്പോൾ അതേണ്ടി ഇവിടെ നിന്ന് നല്ലപോലെ എടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. അവസാനം ആന പോയി. ആന പോയതിന് ശേഷം ഇവർ പോകാൻ നേരത്ത് ഞാൻ അവരോട് ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കണം, ഞാൻ ഇന്ന ആളാണ്, കൗശിക് വിജയൻ എന്നാണ് എൻ്റെ പേര്, ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, ഞാൻ ഇങ്ങനെ പരിചയപ്പെടാണ്, ചാനലൊക്കെ ഉണ്ട്, സമയമുള്ളപ്പോൾ ഒന്ന് കയറി കാണണമെന്ന്. അപ്പോൾ ആ 25ഓളം പേര് ഉള്ളതിൽ ഒരു പയ്യൻ എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നത്. അപ്പോൾ ആ പയ്യന് പെട്ടെന്ന് പറഞ്ഞു ചേട്ടനായിരുന്നു ഇല്ലയോ, ചേട്ടനെ ഇപ്പോഴാണ് കാണുന്നതെന്ന് പറഞ്ഞപ്പം അപ്പോൾ ആ പയ്യൻ്റെ ഒരു സന്തോഷവും ആ ഒരു സന്തോഷം മറ്റു കൂട്ടുകാരോടും പങ്കുവെച്ച ഒരു നിമിഷവും കൂടെ എനിക്ക് ഓർമ്മ വരികയാണ്. അതിനുശേഷം റീസെൻ്റ്ലി എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കപ്പരിക്കാട് അഭയാരണ്യത്തിൽ എനിക്ക് കുറച്ച് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന സമയത്ത് ഷൂട്ടിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 2 പയ്യന്മാരെ ഇങ്ങനെ പരിചയപ്പെട്ടു. ഇങ്ങനെ അവിടെ ആനയെ കാണാൻ വന്നവർ അവരിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ചൊക്കെ വന്നപ്പോൾ സ്ഥിരം യാത്ര ചെയ്യുന്നതാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് ആനകളെ കാണാറുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ല, ഞാനിങ്ങനെ ഓക്കെ 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 എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവർ ഇങ്ങനെ ആനകളെ പറ്റിയാണ് സംസാരിക്കുന്നതല്ല. അപ്പോൾ ഞാനിങ്ങനെ കുറേയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്നോട് ചോദിച്ചു ചേട്ടൻ്റെ പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൗശിക് വിജയൻ എന്നാണ് എൻ്റെ പേരെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ആ പയ്യൻ ചേട്ടനായിരുന്നു, ചേട്ടനെ ഫോളോ ചെയ്യാറുണ്ട്, ചേട്ടൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊരു സന്തോഷ നിമിഷമായിരുന്നു. പിന്നെ ഒരു ദിവസം അഭയാരണ്യത്തിൽ നിന്നും വൈകിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ വന്നൊരു വിസിറ്റർ കുറേ വന്ന് ഹോൺ അടിച്ചിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹോൺ അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണ് ഹോൺ അടിക്കുക. അപ്പം വണ്ടി സ്ലോ ചെയ്ത് ഒരു ഫ്രണ്ടിലേക്ക് നിർത്തിയിട്ട് പറഞ്ഞു ചേട്ടൻ ഫോളോവറാണ് ഞാൻ, ചേട്ടൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാറുണ്ട്, വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അവർ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഞാൻ പിന്നെ കണ്ടില്ല, ഇനി അയച്ചോ എന്താണെന്ന് അറിയത്തില്ല. അവർ തിരക്കിലായിരുന്നു, അവരങ്ങ് പോയി.
അതിനിടയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ അവിടെ ഇങ്ങനെ നിന്നപ്പം ഇതുപോലൊരു ഫാമിലിക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടൊക്കെ വന്നു. എനിക്ക് അപ്പോൾ ഈ ചിരിച്ച മുഖത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെ എന്തോ പരിചയമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ കൗശിക് വിജയനല്ലേ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചു. കുറച്ച് നേരം അവരോട് സംസാരിച്ചു. അന്നേരം ഒരു സന്തോഷമുണ്ടായി. അതിനുശേഷം ആറ്റിൽ കൊണ്ട് ആനകളെ കുളിപ്പിക്കുക. അപ്പോൾ ഞാൻ ആനകളെ കുളിപ്പിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കുറേ ചെറുപ്പക്കാരിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അവരിങ്ങനെ നിരന്ന് നിന്ന് ആനയെ കുളിപ്പിക്കുന്ന അവരും കണ്ടുകൊണ്ടിരിക്കുക, ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഇവരിങ്ങനെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ചിരിക്കുന്നുണ്ട്. നമ്മളെ നോക്കി ഒരാൾ ചിരിക്കുമ്പോൾ നമ്മൾ ചിരിച്ചു പോകുമല്ലോ. അപ്പോൾ അന്നേരത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞങ്ങൾ സ്ഥിരം കാണുന്ന, ഞങ്ങൾ വന്നപ്പോഴേ ചേട്ടനെ മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ എന്നോട് മിണ്ടായി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പിന്നെ മിണ്ടിയില്ലെന്നേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴും എനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അവിടുന്ന് നിന്ന് അതുപോലെ ഞാൻ ഒരു ദിവസം വൈകിട്ട് ഇങ്ങനെ ആനകളെ എല്ലാം കൂടെ ഒന്നിച്ച് അവിടെ ആനകളെ ഉച്ചയ്ക്ക് ശേഷം കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ആനയ്ക്ക് കഴിക്കാനുള്ള പുല്ലെടുത്തിട്ട് ആനയെ അവിടെ കൊണ്ടുവന്ന് നിർത്തുക ഇങ്ങനെ. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫുൾ ക്രൗഡ് നിൽക്കുന്ന ഒരു സീനും ആനകളെല്ലാം കൂടെ ഇങ്ങനെ പോകുന്നതും ആ ഫുൾ ക്രൗഡോട് ഒരു വൈഡ് ആംഗിൾ ഷോട്ടിൽ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ഫാമിലി ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആ ഷോട്ടിനകത്ത് ആ ഫാമിലി ഉണ്ട്. അപ്പോൾ അതിനകത്ത് പ്രായമുള്ള ഒരാളുണ്ട്. അപ്പോൾ ആ ആളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എന്നിട്ട് കൂട്ടത്തിലുള്ള പിന്നെ ആ ചേച്ചിയെ വിളിച്ച് ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുവാ, ചില ആൾക്കാർക്ക് ഈ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിനകത്ത് ചില അവരുടെ മുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ വല്ല പ്രശ്നങ്ങളും ആണെന്നോ, എന്തെങ്കിലും ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അങ്ങനെ ഒരു ഇഷ്ടക്കേടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാം. നമ്മളത് അത്തരം സീനുകളൊന്നും പുറത്തേക്ക് വിടത്തില്ല. അപ്പം ഇനി അതിൻ്റെ വല്ലതും ആണോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ചേട്ടാ എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. കാരണം അവർ പറയാണ് ഞങ്ങളുടെ വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു വൈഡായിട്ടുള്ള ഷോട്ട് എടുത്തപ്പോൾ ഇവരിങ്ങനെ ഫാമിലിക്കാരിങ്ങനെ പോയപ്പോൾ അതിനകത്ത് അവരും വന്നു. അപ്പം എന്നോട് പറഞ്ഞു, അതൊന്നും അല്ല, ഞാൻ നിങ്ങളുടെ വീഡിയോ സ്ഥിരം കാണാറുണ്ട് എന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറയുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിൽക്കുന്നത് ഒരുപാട് ദൂരെയുള്ള ഒരു ജില്ലയിലാണ്. എറണാകുളം ജില്ല ചെല്ലുമ്പോഴാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷം ഞാൻ തൃശ്ശൂർ പോയി. ആനയുള്ള ഒരു ഏരിയ കൂടെ ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാൻ പോയപ്പം ഒരു സ്ഥലത്ത് ചെന്ന് വണ്ടി നിർത്തിയിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിലേക്ക് ഞാനിങ്ങനെ നടന്നു പോയപ്പം എൻ്റെ ബാക്കിൽ കൂടെ ഒരാളിങ്ങനെ വരികയാണ്. അപ്പോൾ ആളിങ്ങനെ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് അതിൻ്റെ കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു വന്നിട്ട്, ഈ ആളെന്നെ കണ്ടിട്ട് അങ്ങ് ചിരിക്കും കേട്ടോ, ഭയങ്കരമായിട്ടങ്ങ് ചിരിക്കുമോ. ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്നെ പരിചയമുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്നോട് പിന്നെ നിങ്ങളുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ സ്ഥിരം കാണുന്ന ആളാണ് ഞാൻ, നിങ്ങളെ അറിയാമെന്ന് പറഞ്ഞു. അപ്പം ഇതേ പറയാം, അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. കാരണം അവർ തൃശ്ശൂർക്കാർ അല്ലെ എറണാകുളം അല്ലെ ഓരോ സ്ഥലത്തും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ആൾക്കാർ തിരിച്ചറിയുക എന്ന് പറയുന്നത് മനസ്സിലൊരു സന്തോഷം പോലെ തോന്നി. അതുപോലെ തന്നെ മറ്റൊരു അനുഭവം ഞാൻ പറഞ്ഞില്ല, അതേ റൂട്ടിൽ ഞാനിങ്ങനെ പോയപ്പം വൈകിട്ട് ഇങ്ങനെ ആന ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കും, ബൈക്കും കാറുകാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആന വരുമ്പോൾ പൊതുവെ അറിയാമല്ലോ, റോഡൊന്ന് ബ്ലോക്ക് ആവും ഇങ്ങനെ ആന ഒന്ന് പോകുന്നിടം വരെ. അപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ആകുന്ന സമയത്ത് ബാക്കിൽ കൂടെ ഒരു ബൈക്ക് ഇങ്ങനെ എൻ്റെ കാറിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നത്, നിങ്ങളെന്താ പത്തനംതിട്ടക്കാരൊക്കെ തൃശ്ശൂർ കടന്ന് കറങ്ങുന്നതെന്ന്. ഞാനിങ്ങനെ നോക്കി കേട്ടോ. അവരുടെ നിങ്ങളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ സ്ഥിരം കാണുന്ന ആളാണ് ഞങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ഒരു സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമുണ്ടായി. കാരണം നമ്മളെ പരിചയം ഉള്ള ആൾക്കാർ അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. ഞാൻ അന്നേരം ആന ഇറങ്ങി ഇങ്ങനെ റബ്ബറും തോട്ടത്തിൽ കൂടെ താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാനിങ്ങനെ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ജീപ്പ് വന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. ജീപ്പ് അടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ ആന പോയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആന താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ തിരിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ കൗശിക് വിജയനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീഡിയോ സ്ഥിരം ഞാൻ കാണാറുള്ള ആളാണ്, നിങ്ങളുടെ എല്ലാ ഫോട്ടോയും വീഡിയോസും കാണാറുള്ള ആളാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഈ അനുഭവം പറയുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാവും. അവർ നേരിട്ട് കണ്ട് ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിക്കൊക്കെ ചോദിക്കും, ചേട്ടാ എവിടെയെങ്കിലും ആനയെ കണ്ടോ ചോദിക്കും. അപ്പോൾ എന്നോട് പറയും, അവിടെ അങ്ങ് അപ്പുറത്ത് ഒരു ആന നിൽപ്പുണ്ട്, 2 ആന നിൽപ്പുണ്ടെന്നൊക്കെ പറയും. ബൈക്കിലിരുന്ന ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ ഒരു ആന നിൽക്കുന്നത് കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടേക്ക് പോയപ്പോഴത്തേന് എൻ്റെ തൊട്ട് മുന്നിൽ പോയ കുറേ കാറുകാരും വണ്ടിക്കാരും എല്ലാം അവിടെ നിർത്തിയിട്ടിട്ട് ഇവരെല്ലാം ഇറങ്ങി നിൽക്കുകയാണ്. എവിടെ ആനയെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ അവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ നിന്ന ഒരു ഫാമിലിക്കാർ, ഒരു ചേച്ചിയും ചേട്ടനും എല്ലാം അവിടെ നിൽക്കുക. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, പിന്നെ ഇപ്പോൾ ഇവിടെ കാണാൻ ആന വല്ലതും വന്നാൽ ചോദിച്ചു. അവിടെ ഞാൻ ഒരാന അങ്ങോട്ട് ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ കാറിനകത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു ആന ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, വേറൊരു ആന മുകളിൽ ഒരു ആനയും കൂടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ വിചാരിച്ച എന്താ പറയുക, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല. ആന ഇറങ്ങി പോകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ വണ്ടി വിടാൻ ഞാൻ വിസിറ്റിംഗ് കാർഡ് അടിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടിയിൽ എപ്പോഴും കാണും. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക്
ചില ആൾക്കാർക്കൊക്കെ ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഫാമിലിക്കാർക്ക് ഇങ്ങനെ അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ വണ്ടിയുടെ തൊട്ടടുത്താണ് അവർ നിൽക്കുന്നത്. ഞാൻ ഈ ഒരു കാർഡ് പെട്ടെന്ന് ഞാൻ വിചാരിച്ചാൽ ഇവർക്കൊരു കാർഡ് എടുത്ത് കൊടുക്കാം. അങ്ങനെ ആ കാർഡ് എടുത്തിട്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, എനിക്കൊരു ചാനലൊക്കെ ഉണ്ട്, സമയമുള്ളപ്പോൾ ഒന്ന് കയറി കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയാൻ കാര്യം, അതുവരെ ഞാൻ ആനയെ കണ്ടു എന്ന് ചോദിച്ചപ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് എന്നോട് ഉത്തരങ്ങളൊക്കെ പറഞ്ഞത്. ആന അവിടെ നിൽപ്പുണ്ട്, മറ്റേ വേറൊരു ആന അപ്പുറത്ത് നിൽപ്പുണ്ട് എന്നിങ്ങനെ ഒരു 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 ഇച്ചിരി പരുക്കനല്ല, ഒരു പരിചയമില്ലാത്ത ഒരാളിനോട് എങ്ങനെ സംസാരിക്കുന്നത് ആ ഒരു ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം കാർഡ് കൊടുത്ത് ഞാൻ വണ്ടി മുന്നോട്ടെടുത്തപ്പം ആ ചേച്ചി ഇങ്ങനെ വായിക്കുകയാണ്, കൗശിക് വിജയൻ എന്ന് വായിച്ചിട്ട് പെട്ടെന്ന് ഭയങ്കര സൗണ്ട്, നിൽക്കി ഞാൻ നിങ്ങളുടെ വീഡിയോസ് സ്ഥിരം കാണാം. അപ്പോൾ എൻ്റെ പേരാണ് അവിടെ, ആ പേര് കൗശിക് വിജയൻ എന്നുള്ളത് വായിച്ചപ്പോൾ പെട്ടെന്ന് ആ ചേച്ചിക്ക് മനസ്സിലായെന്നുള്ളൂ. അപ്പോൾ എന്നോട് നിങ്ങളുടെ വീഡിയോസ് സ്ഥിരം കാണുന്നതാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് പോകുമായിരുന്നു. കാരണം എനിക്ക് ഇനി അടുത്ത ആനയുടെ ഷൂട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ശരി, സന്തോഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി. അപ്പം ഞാൻ അത് പറയാൻ കാര്യം, അതിന് തൊട്ട് മുന്നേ ഉള്ള അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും അത് ഞാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അടുത്തിടയിലുണ്ടായ ചില അനുഭവങ്ങളാണ് പറയുന്നത്. അതുപോലെ വേറൊരു അനുഭവമാണ് ഞാൻ പറഞ്ഞല്ലോ, ചെക്ക് പോസ്റ്റ് ചെയ്യുന്ന അവിടുത്തെ ആ ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള ആളിനോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറൊരു വണ്ടി വന്നു, അവിടെ ഇങ്ങനെ ചെക്ക് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആളിങ്ങനെ ഇറങ്ങി വന്ന് വണ്ടി നമ്പരൊക്കെ പറയാൻ വന്നപ്പം ഞാനവിടെ ചെക്ക് പോസ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ഒരു പയ്യൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ചേട്ടൻ കൗശിക് വിജയനല്ലേ, ചേട്ടൻ്റെ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ കാണാറുണ്ട് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ പറഞ്ഞു പാലക്കാട്ട് നിന്നാണ് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാരണം ഇപ്പം ഞാനൊരു പത്തനംതിട്ടക്കാരനാണ്. അപ്പം ഞാൻ ഇടുന്ന ഫോട്ടോസോ വീഡിയോസോ കേരളത്തിൻ്റെയൊക്കെ ഏതൊക്കെ സ്ഥലത്ത് ചെല്ലുന്നു എന്നുള്ളതും ഏതൊക്കെ സ്ഥലത്തുള്ള ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഫോളോ ചെയ്യുന്നവരെല്ലാവരും ആരാണെന്ന് നമുക്ക് നോക്കാനൊന്നും സമയമൊന്നും കിട്ടിയില്ലെന്ന് വരും. എന്നിരുന്നാൽ പോലും ഇടയ്ക്കൊക്കെ ഞാൻ സമയം കിട്ടും, ഒന്ന് റാൻഡം ഒന്ന് ചെക്ക് ചെയ്യും, ഒന്ന് സ്ക്രോൾ അടിച്ചിട്ട് ചില പേരുകൾ ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കും. അപ്പോൾ പല പേരും ക്ലിക്ക് ചെയ്യുമ്പം ഞാൻ അവരെ നോക്കുന്നതല്ല, ഇവർ ഏത് സ്ഥലക്കാരാണെന്നാണ് നോക്കുന്നത്. പാലക്കാടുണ്ട്, അല്ലെങ്കിൽ കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്, എന്താ പറയുന്നത്, ഇങ്ങനെ ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാർ, അല്ലെങ്കിൽ UK മലയാളികളുണ്ട്, അല്ലെങ്കിൽ US മലയാളികളുണ്ട്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, ബാംഗ്ലൂർ, ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു പ്ലേസാണ് നോക്കുന്നത്. അപ്പം ഏത് പ്ലേസിലുള്ള ആൾക്കാർ, പേര് വായിക്കുന്ന കാര്യമല്ല, പേരൊക്കെ ഒരുപാട് കോമൺ ആയിരിക്കും. എന്നിരുന്നാൽ പോലും ഈ ആൾ ഏത് പ്ലേസിലാണെന്ന് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം തിരുവല്ല, കോട്ടയം, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, പത്തനംതിട്ട, ഇങ്ങനെ ഓരോ പ്ലേസ് കാണുമ്പോൾ ഇന്ന പ്ലേസിലെ ആൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയൊരു തമാശയാണ്, ഓരോ പഞ്ചായത്തിൽ ഓരോ ആൾക്കാരേലും നമ്മുടെ ഫോട്ടോസും വീഡിയോസും കാണുന്നുണ്ട് എന്നാണ് എനിക്ക് ലേറ്റസ്റ്റായിട്ട് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം. ഏറ്റവും അവസാനം എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരാഴ്ച മുന്നേ ഞാൻ ഇടുക്കി വരെ പോയ സമയത്ത് ഈ വളഞ്ഞങ്ങാനം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് അവിടെ പൊതുവെ പോയവർക്കറിയാം, നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ഇപ്പം ഓണക്കായതുകൊണ്ട് വെള്ളമില്ല. അപ്പോൾ അവിടെ മിക്കപ്പോഴും കുരങ്ങന്മാർ ഇഷ്ടം പോലെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ മൃഗങ്ങളെ എവിടെ കണ്ടാലും എന്ത് കണ്ടാലും എനിക്ക് സമയമുണ്ടെങ്കിൽ വണ്ടി നിർത്തിയെടുക്കും. അതും ക്യാമറ എടുക്കണമെന്നില്ല, ഞാൻ മൊബൈലിലായാലും എടുക്കും. കാരണം എന്തെങ്കിലും ഒരു നിമിഷം നമുക്ക് കിട്ടും. എൻ്റെ ഒരു സമാധാനത്തിന് എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥന, ഇനി ഞാനും നിർത്തും. വണ്ടി നിർത്തി, ഞാൻ ബൈക്കിനായിരുന്നു പോയത്. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഊരിയില്ല. കാരണം അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഊരിക്കഴിഞ്ഞാൽ ചിലപ്പം എന്നെ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ കുറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ. അപ്പോൾ അത് വേണ്ട, ഹെൽമെറ്റ് തന്നെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ വന്ന് കണ്ട് ചിരിച്ചൊക്കെ പോകുന്നുണ്ട്. അവർ എന്നെ കണ്ട് മനസ്സിലായെന്നോ എന്തുവാന്ന് എനിക്കറിയത്തില്ല, ജസ്റ്റ് ചിരിച്ചു പോയവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവസാനം ഒരു കുരങ്ങും കുഞ്ഞുകൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്, തൊട്ടടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ മൊബൈലിൽ ഇങ്ങനെ പ്രവർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ബൈക്കിൽ 2 ചെറുപ്പക്കാരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞിങ്ങനെ വന്നപ്പോഴത്തേന് ഇവരെന്നോട് ചിരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയാണ് വീട്? അപ്പോൾ പറഞ്ഞ് ഇന്നടുത്താണ് വീട്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ കൗശിക് വിജയനല്ലേ, ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഒരു ഞെട്ടലായിരുന്നു. കാരണം ഞാൻ ഹെൽമെറ്റ് ഊരാതാണ് അവിടെ നിന്നത്. കാരണം ഹെൽമെറ്റിൽ കൂടി എന്നിട്ടും അവർ എന്നെ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ എന്നെ മനസ്സിലായി? ഞാൻ ഹെൽമെറ്റ് ഊരിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഞെട്ടലോടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നും പുതിയൊരു സംഭവങ്ങളൊന്നുമല്ല, ഇത് പലർക്കും ഉള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കാം. എന്നിരുന്നാൽ പോലും
എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. നിങ്ങൾ എൻ്റെ ഫോട്ടോസും വീഡിയോസും കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ഞാൻ അതിനകത്ത് എൻ്റെ വളരെ റെയറായിട്ടാണ് എൻ്റെ ഫേസുകൾ കാണിക്കാറുള്ളത്. ഞാൻ അധികം ഒന്നും കാണിക്കാറില്ല. ഇപ്പോൾ ഒരു 100 വീഡിയോസൊക്കെ വന്നാൽ 1 2 വീഡിയോസിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ഫേസ് കാണിക്കാറുള്ളൂ. അപ്പോൾ ഇതൊന്നും ഞാൻ എൻ്റെ ഫേസുകളൊന്നും കാണിക്കാതിരുന്നിട്ട് പോലും പബ്ലിക്ക് എന്നെ തിരിച്ചറിയുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷം. അതും കേരളത്തിലെ പല ജില്ലയിൽ പല സ്ഥലത്തുള്ളവരെ അവിചാരിതമായിട്ട് കാണുമ്പോൾ പോലും അവരെന്നെ മനസ്സിലാക്കുന്നു എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ ഇത് ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഞാനിങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ വൈകിട്ട് ഞാൻ ഈ വേണാട് എക്സ്പ്രസ്സിലൊക്കെ എറണാകുളത്ത് നിന്നൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിൽ എല്ലാ ആൾക്കാരും ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും, ഈ ട്രെയിനിൻ്റെ ഫുള്ള് ബോഗിക്കകത്ത് എവിടെയെങ്കിലും ഒരാൾ അന്നേരം ഓർക്കും, ഇവരിങ്ങനെ തോണ്ടി തോണ്ടി പോകുന്നതിനകത്ത് എവിടെയെങ്കിലും കംപ്ലീറ്റ് ട്രെയിനിനകത്ത് എവിടെയെങ്കിലും ഒരാൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കുമെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാനതൊക്കെ അവിടെ നിന്ന് ചിന്തിക്കുന്നത്. പക്ഷേ അത് ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അത് പല രീതിയിലാകാം. അത് നമുക്ക് ചിലപ്പം അവരെ ഇപ്പം വിശന്നിരിക്കുന്നവന് ആഹാരം മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, വിഷമിച്ചിരിക്കുന്നവനെ ഒന്ന് ആശ്വാസവാക്ക് പറഞ്ഞ് നമുക്ക് ആശ്വസിപ്പിക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് നമുക്ക് സമൂഹത്തിന് വേണ്ടി നല്ല ഒരു പുഞ്ചിരിക്കുക, മറ്റൊരാളിനെ പുഞ്ചിരിപ്പിക്കുക, അല്ലെങ്കിൽ ചിരിപ്പിക്കുക എന്നല്ല, പൊട്ടിച്ചിരിപ്പിക്കുക എന്നല്ല, മറ്റൊരാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം, ഈ ചില ആൾക്കാരിങ്ങനെ ദൂരെ ഇരുന്ന് പടം വരയ്ക്കും. അങ്ങനെ ഒരാളെ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്, ദൂരെ ഇരുന്ന് പടം വരച്ചിട്ട് ഈ ആൾക്കാർ അറിയാതെ ഇരുന്നാണ് പടം വരയ്ക്കുക. എന്നിട്ട് ഇവരുടെ കൊണ്ട് കാണിക്കുമ്പോൾ അവരുടെ മുഖത്തെ ഒരു സന്തോഷം, അവരുടെ മുഖത്തെ ഒരു എക്സ്പ്രഷൻ, അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര, അപ്പോൾ ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് ആൾക്കാരെ ഒന്ന് എന്താ പറയുന്നത്, അവർക്കൊന്ന് ഹാപ്പിയാക്കാൻ, അവരെ ഒന്ന് ഹാപ്പിയാക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പല ആൾക്കാർക്കും മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്, അവർക്കിഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇതുപോലുള്ള ചിത്രങ്ങളും ഫോട്ടോസും വീഡിയോസും എല്ലാം വരും. ഞാൻ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നിട്ട് ഏകദേശം 8 വർഷത്തോളം. ഞാൻ വിശ്രമം എടുക്കാതെ ഈ 8 വർഷവും ഞാൻ ഇതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ എനിക്ക് ഓരോ ചിത്രങ്ങൾ എടുത്തതിൻ്റെ പുറകിൽ ഒരുപാട് അനുഭവം. നിങ്ങളിപ്പം അടുത്തുള്ളതിലൊക്കെ സ്ഥിരം കാണാറുണ്ട്, ഞാൻ കാട്ടാനകളുടെയൊക്കെ വീഡിയോസ് ഉണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ മികച്ച ചിത്രങ്ങൾ ഞാൻ പകർത്താറുണ്ട്. പക്ഷേ ആ ചിത്രങ്ങളൊന്നും ഞാൻ നിങ്ങളിലേക്ക് ഇപ്പം എത്തിക്കാനുള്ള സമയക്കുറവ് കൊണ്ടാണ് ഞാനൊന്നും എത്തിക്കാത്തത്. ഇപ്പോൾ ഈയിടെയായിട്ടാണ് കുറച്ചൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. നേരത്തെ എന്ന് പറഞ്ഞാൽ ഫുൾ ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോസ് മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളായിരുന്നു. ശേഷമാണ് ഞാൻ ഈ വീഡിയോയിലേക്കൊക്കെ കടന്നതിന് ശേഷമാണ് എനിക്ക് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാനുള്ള സമയക്കുറവ് കൊണ്ടാണ് പോസ്റ്റ് ചെയ്യാതിരുന്നത്. ആനയുടെയൊക്കെ വീഡിയോസ് നിങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ നേരത്ത് ഓരോ വീഡിയോ ക്ലിപ്പുകൾ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഞാനെടുത്ത ചിത്രങ്ങൾ ഞാൻ തന്നെ കണ്ട് വണ്ടടിക്കാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ എടുക്കുന്ന നിമിഷങ്ങളൊക്കെ എടുത്തങ്ങ് പോവുകയാണ്. നമ്മളിങ്ങനെ സ്ഥിരം എടുക്കാറുള്ളത് കൊണ്ട് തന്നെ അന്നേരം എടുത്തു, ആ എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത ഒരു വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു ചിത്രത്തിൻ്റെ പുറകേക്ക് പോകുമ്പോൾ പഴയതെന്തോ എടുത്തെന്ന് ഓർക്കുന്നില്ല. പിന്നീട് ഈ പറയുന്ന പോലെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നേരത്ത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് പല ചിത്രങ്ങളും ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാറുള്ളത്. അപ്പോൾ എന്തായാലും എനിക്കിത്രയേ ഉള്ളൂ പറയാൻ. നമ്മൾ നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ള ആൾക്കാരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. അത് എല്ലാവരെയും കൊണ്ടും കഴിയട്ടെ. മറ്റുള്ളവരുടെ മുഖത്ത് നമ്മളെക്കൊണ്ട് പുഞ്ചിരി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നല്ലൊരു ദിനം ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു.